Have you ever planned to study for 12 hours and, well, it just didn't happen? Trust me, you are not alone. In this vlog, we're diving into an honest attempt. No perfection here, just real moments. Let's see how far I went, and maybe you'll find some motivation too. Hello, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലും ക്യാപ്ഷനിലും കണ്ടപോലെ തന്നെ ഒരു സ്റ്റഡി വ്ലോഗാണ്. സോ ഫസ്റ്റ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ സ്റ്റഡി എൻവയോൺമെൻ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കാണ്. ഞാൻ വിൻഡോ തുറക്കുന്നുണ്ട്, പിന്നെ ബുക്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. കാരണം സ്റ്റഡി ഏരിയ ഫുൾ ക്ലീൻ ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ടേബിളിൽ എടുത്ത് വെക്കുക, ബാക്കിയൊക്കെ ഞാൻ ടേബിളിൻ്റെ അകത്തേക്ക് വെക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്കറിയാം, ഞാൻ വോയിസ് ഓവർ വ്ളോഗ്സ് നിർത്തിയതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ നോക്കി നോക്കാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വോയിസ് ഓവർ കൊടുത്തിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ബാക്ക് ടു ദി വീഡിയോ. ഞാനിപ്പോൾ ലാപ്പൊക്കെ ഓണാക്കിയിട്ടുണ്ട്, പിന്നെ പഠിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഏപ്രിലിൽ ഷൂട്ട് ചെയ്തതായിരുന്നു എൻ്റെ ഇൻറ്റേർണൽസ് നടക്കുമ്പോൾ. പക്ഷേ എനിക്ക് വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. പിന്നെ അപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യാണ്. ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് അല്ലെങ്കിൽ എൻ്റെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 hour സ്റ്റഡി ചെയ്യാന്നുള്ളതായിരുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ അലാം സെറ്റ് ചെയ്യാണ് 12 hours. എൻ്റെ ആദ്യം മുതൽ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാൻ എന്താ പഠിക്കുന്നതെന്നൊക്കെ. പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ എം ദീമ. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടേഷൻ ലിംഗ്വിസ്റ്റിക് MTech ആണ്. ഞാൻ JC പാലക്കാടാണ് ഇപ്പോൾ MTech ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ ലെക്ചേഴ്സ് കണ്ടിട്ട് ഞാൻ നോട്ട്സ് എഴുതിയെടുക്കുകയാണ്. 12 മണിക്കൂർ പഠിക്കണമെന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് എത്രത്തോളം ടൈം സ്പാൻ പഠിക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി എന്നെ തന്നെ ചാലഞ്ച് ചെയ്യാണ്. ഇതുപോലെ ഞാൻ കുറേ സ്റ്റഡി വ്ളോഗ്സും ചാലഞ്ചസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ചാനൽ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എനിക്ക് എത്രത്തോളം ഹവേഴ്സിന് പഠിച്ചു നിൽക്കാനുണ്ടെന്ന്. ഏപ്രിലും മെയിലൊക്കെ IPL സീസൺ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ബ്രേക്ക് എടുക്കുമ്പോൾ ഞങ്ങൾ കളി കാണാറാണ്. അന്ന് രാജസ്ഥാനായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ എത്ര ഓർമ്മയില്ല ആരാണ് ഒപ്പോണൻറ്റ് ടീമായിട്ട് കളിച്ചിരുന്നതെന്ന്. ഇനി എനിക്ക് 9 hour 47 minutes കൊണ്ട് പഠിച്ച് എടുക്കാനുണ്ട്. അപ്പോൾ 12 hour കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 2:30 AM അറൗണ്ട് ആവും. ഞാൻ ഓൾറെഡി കുറച്ച് ഹവർ പഠിച്ചിരുന്നു, പക്ഷെ എന്നാലും 12 hours കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ 6 hours റൗണ്ട് ചെയ്തിട്ട് ഒരു 3 hours പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പുതിയ അലാം സെറ്റ് ചെയ്തു 3 hours 47 minutes. ഞാനപ്പോൾ നേരത്തെ പ്ലേസിൽ നിന്ന് മാറിയിട്ട് വേറൊരു പ്ലേസിലേക്ക് മാറിയിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നോട്ട്സൊക്കെ എഴുതിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, നമ്മൾ ഓൾറെഡി ഒരു ഗോൾ വെച്ചിട്ടുണ്ടാവും, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളത് ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പുതിയ ഗോളിലേക്ക് സ്വിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ എൻ്റെ ഗോള് 12 hours പഠിക്കണം എന്നായിരുന്നു, പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് മനസ്സിലായി, കാരണം 2 AM വരെ പഠിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രാക്ടിക്കലായിട്ട് അത് ടൈം റെഡ്യൂസ് ചെയ്ത് 6 hours മാറ്റി. അപ്പോൾ നമുക്കത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് നമ്മളെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യുന്നില്ല വിചാരിച്ചിട്ട് നമ്മളത് ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വേറൊരു പ്ലാൻ B കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് മൂവ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഇരിക്കുന്ന പൊസിഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എനിക്കത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് പഠിക്കുന്നത്. കാരണം നല്ല ബുദ്ധിമുട്ടുള്ള സിലബസാണ്. അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ടു ഡു ലിസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം വരും. ഫൈനലി നമുക്ക് 35 minutes മോർ ആണുള്ളത് നമ്മളെ ഗോളിലേക്ക് എത്താനുള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും 6 hours ഷിഫ്റ്റ് ചെയ്തിട്ട് തന്നെ എനിക്ക് എൻ്റെ പഠിച്ച് കഴിയുക 10:30 PM ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ പ്ലാൻ Bയിലേക്ക് മാറിയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സങ്കടപ്പെട്ടിരിക്കേണ്ടി വന്നിരുന്നു, നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തു. നമ്മൾ ടൈം നല്ല പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊക്കെ ലൈഫിൽ സിറ്റുവേഷൻ വരികയാണെങ്കിൽ, പഠിക്കുന്ന കാര്യത്തിലല്ലാതെ വേറെ കാര്യത്തിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അടുത്തൊരു പ്ലാന് നോക്കുക. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ അലാം ഓഫാക്കിയിടും. കാരണം നമ്മൾ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 6 hours പഠിക്കാമെന്നാണല്ലോ, അത് ടൈം വേസ്റ്റ് ചെയ്യാന്നുള്ളതല്ലല്ലോ. അപ്പോൾ ഞാൻ ടൈം ഓഫാക്കി വെക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ അലാം ഓൺ ആക്കുകയാണ് ചെയ്യുക. ഫൈനലി
നമ്മൾ ഗോളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇന്ന് വെറും 49 സെക്കൻഡ്സേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് പഠിക്കാനുള്ള മോട്ടിവേഷനേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതുപോലെ ചെറിയ ഗോൾസൊക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഹാപ്പിനെസ്സൊക്കെ ആലോചിക്കും, ചെയ്ത് തീർക്കാൻ നമ്മൾ ശ്രമിക്കും. ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ ഞാൻ ഇന്നെ തന്നെ പുഷ് ചെയ്യായിരുന്നു. കാരണം അതെങ്ങനെയും ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഗോൾ വെച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയും ഗോൾ തീർക്കണം, പിന്നെ അതുപോലെ തന്നെ പഠിക്കണം. രണ്ടും കൂടി വന്നപ്പോൾ ഞാൻ പുഷ് ചെയ്തിട്ട് ഫൈനലി കംപ്ലീറ്റ് ചെയ്തു.